നമസ്കാരം. ഞാൻ ഷൈൻ പണിക്കർ. കടം തീർക്കാൻ ഉള്ള രത്നം ഏതാണ്, അല്ലെങ്കിൽ നമ്മുടെ കടബാധ്യത തീരാൻ നമ്മൾ ധരിക്കേണ്ട രത്നം? ഞാൻ ഇതിൻ്റെ ഉത്തരം പറയുന്നതിന് മുമ്പ്, ഞങ്ങൾ ജ്യോതിഷം പഠിക്കുന്ന സമയത്ത് നൂറുകണക്കിന് വ്യക്തികളുടെ ഗ്രഹനില ഉപയോഗിച്ചുള്ള അനുഭവ ജ്യോതിഷം ഞങ്ങളെ പഠിപ്പിക്കും. കാരണം എന്ന് വെച്ചാൽ ജ്യോതിഷം എന്ന് പറയുന്നത് ഇന്നലെ പൊട്ടിമുളച്ചൊരു കാര്യമല്ല. അപ്പോൾ ആ വ്യക്തി ആ ഗ്രഹനിലയിൽ ജനിക്കുമ്പോൾ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് വ്യക്തമായ അനുഭവ ജ്യോതിഷം കൂടി ഉള്ളിൽ വരുമ്പോഴാണ് ജ്യോതിഷം ഒരു 100% പെർഫെക്ഷനായിട്ട് നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ പറ്റും. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ജ്യോതിഷനാകാനും കഴിയും. അപ്പോൾ ആ അനുഭവ ജ്യോതിഷത്തിൽ ഞാനിവിടെ നിങ്ങളോടൊരു വ്യക്തിയുടെ ഒരു കാര്യം പറയാം. നിങ്ങൾക്കൊക്കെ അറിയുന്ന ആളാണ്, പക്ഷെ ആ വ്യക്തിയുടെ പേരോ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം എൻ്റെ ഒരു വീഡിയോകളിലും ഒരു മനുഷ്യനെയും വ്യക്തിഹത്യ ചെയ്ത് ഞാൻ ഇതുവരെയും പറയാറില്ല. ആരുടെയും ഒരു ദോഷവശങ്ങളോ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞ് പറയില്ല. ഇതൊരു നല്ല കാര്യം കൂടിയാണ്, അത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്, വളരെ വർഷങ്ങൾക്ക് മുൻപ് തിരുവനന്തപുരത്ത് ഒരു വ്യക്തി, ഒരു ബ്രാഹ്മണനായ ഒരു ബാലൻ വന്നിറങ്ങിയ ഒരു സംഭവം. അദ്ദേഹം ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചില തൂപ്പ് ജോലികളോ അങ്ങനെ ഈ ചന്ദനമൊക്കെ കുഴയ്ക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഒരു ബാലനാണ്. അപ്പൊ ആ ബാലൻ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ആ അമ്പലത്തിന്റെ ഫ്രണ്ടിലോട്ട് തന്നെ ചെറിയ ഒരു ചായക്കട പോലൊരു കാര്യം ചെയ്തു. കാരണം അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം മതിയാകാതെ വന്നപ്പോൾ അദ്ദേഹം തുടങ്ങിയൊരു സംരംഭം. അദ്ദേഹം തന്നെയാണ് ചായ അടിക്കുന്നത്, പാത്രം കഴുകുന്നത്, ആൾക്കാർക്ക് എടുത്തു കൊടുക്കുന്നത്, ഇതെല്ലാ ജോലിയും അദ്ദേഹം തന്നെയാണ് ചെയ്തത്. അപ്പൊ അവിടെ തിരക്ക് കൂടിയപ്പോൾ അദ്ദേഹം കുറച്ചപ്പുറത്തായിട്ട് ഒരു കട അദ്ദേഹം എടുക്കും. അതും നടത്തി വന്നു, വിജയകരമായി നടത്തി വന്നപ്പോഴാണ് ആ സമയത്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ പുതിയതായിട്ടുള്ളത് ആ ഭാഗത്ത് വന്നത്. അദ്ദേഹം അങ്ങോട്ടേക്ക് മാറി. അപ്പൊ അദ്ദേഹത്തിന്റെ ജാതകം തുലാം ലഗ്നമാണ്. ലഗ്നാധിപനായ ശുക്രൻ ഉച്ചത്തിൽ 6-ലാണ്, ചന്ദ്രൻ 10-ലാണ്. 7-ാം ഭാവാധിപനായ ചൊവ്വ മകരരാശിയിൽ ഉച്ചത്തിലുമാണ്. അപ്പം ചൊവ്വയുടെ ആ ഉച്ചരാശിയും ലഗ്നാധിപന്റെ ആ ഉച്ചത്വവും 10-ലെ ചന്ദ്രന്റെ ബലവും. അപ്പൊ 10-ൽ ചന്ദ്രൻ നിൽക്കുന്നതിന്റെ കാരണം നിങ്ങൾക്കറിയായിരിക്കും. അറിഞ്ഞുകൂടാത്തവർക്കായി പറയുന്നു, 10-ൽ ചന്ദ്രൻ നിൽക്കുന്ന വ്യക്തികൾക്ക് അത്യാവശ്യം നല്ല പാചകം അറിയുന്ന ആൾക്കാരായിരിക്കും. അവർ പാചകം ചെയ്യാൻ, അല്ലെങ്കിൽ അവർ പാചകം അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ അവരത് പഠിച്ചാൽ കുറച്ച് കൈപുണ്യം കൂടുതലായിട്ടുണ്ടാവും. 10-ൽ ചന്ദ്രൻ നിൽക്കുന്ന സ്ത്രീകളൊക്കെ വളരെ ഭംഗിയായി പാചകം ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും. ഇതെല്ലാം അനുഭവം കൊണ്ട് പറയുന്നതാണ് കേട്ടോ. പലരുടെയും ലൈഫിലെ അനുഭവങ്ങൾ വെച്ച് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ വ്യക്തിയുടെ 10-ാം ഭാവം ചന്ദ്രനുമായി ബന്ധപ്പെട്ടതുകൊണ്ടും, തുലാം ലഗ്നം എന്ന് പറയുന്ന വ്യാപാര രാശിയാണല്ലോ, ആ വ്യാപാരത്തിൽ അദ്ദേഹത്തിന് ശോഭിക്കാൻ കഴിയുന്നത് കൊണ്ടും ആ ഹോട്ടൽ ഇന്നും തിരുവനന്തപുരത്തെ വളരെ ഒരു നമ്പർ 1 ഹോട്ടലാണ് ഇപ്പോൾ. അപ്പൊ ആ വ്യക്തിയുടെ ലൈഫിൽ അദ്ദേഹം അമ്പലത്തിൽ ജോലി ചെയ്യാൻ വന്ന് ഇന്ന് അദ്ദേഹം എവിടെ എത്തിച്ചേർന്നു എന്നുള്ള ആ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ അദ്ദേഹം ആദിത്യ ദശയുടെ തുടക്കത്തിൽ അദ്ദേഹം മരണപ്പെട്ടു. എന്നാൽ പോലും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ആ ഗ്രഹങ്ങളുടെ സ്വാധീനം വരുത്തിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ 7-ലെ ചൊവ്വയുടെ ആ ഉച്ചാധിപത്യം അദ്ദേഹത്തിനെ കൊണ്ട്, പക്ഷെ 3 വിവാഹം അദ്ദേഹം കഴിച്ചു. അതും ആ 7-ാം ഭാവാധിപന്റെ ബല കൂടുതൽ കൊണ്ടാണ്. ആദ്യത്തെ ഭാര്യ മരിച്ചതിന് ശേഷം അദ്ദേഹം പിന്നെ ഒരു ഇരട്ടകളെയാണ് വിവാഹം കഴിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് 3 ഭാര്യമാരാണ്. അപ്പോൾ ആ വ്യക്തിയുടെ ലൈഫിൽ ഗ്രഹങ്ങളുടെ സ്വാധീനം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു വ്യക്തി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കല്ലുകളുടെയോ അതിനെ കൊണ്ടൊന്നും അല്ല അദ്ദേഹം രക്ഷപ്പെടുന്നതെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ആ വ്യക്തിയുടെ ഗ്രഹനിലയുടെ സ്വാധീനം അദ്ദേഹത്തിനെ ആ തരത്തിലേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവന്നാണ്. അപ്പൊ കടം തീർക്കാൻ ഒരു കല്ല് അന്വേഷിച്ച് നടക്കുന്നവരാരും അങ്ങനെ അതിന് വേണ്ടിയിട്ട് അന്വേഷിക്കേണ്ടതില്ല. അങ്ങനെ ഒരു കല്ലില്ല. അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കള്ളത്തരം മാത്രമാണ്. നിങ്ങളുടെ കടം തീർത്ത് തരുന്ന ഒരു കല്ലില്ല കേട്ടോ. അങ്ങനെ ഉണ്ടെന്ന് തന്നെ നമ്മുടെ ഗവൺമെന്റിന് അങ്ങനെ ഒരു കല്ല് വാങ്ങി ധരിച്ചാൽ മതിയല്ലോ. നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം വാങ്ങി ധരിച്ചു കഴിഞ്ഞാൽ ഈ കടം, നമ്മുടെ സംസ്ഥാനത്തിന്റെ കടം തീരുമല്ലോ. അങ്ങനെ ഒരെണ്ണം ഇല്ല. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജാതകത്തിൽ ചൊവ്വ അനിഷ്ടനാണ് എങ്കിൽ അദ്ദേഹം ഇനി എത്ര തലകുത്തി നിന്നാലും അദ്ദേഹം ലോണിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും, കടം വാങ്ങി തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പൊ അത് തിരിച്ചറിയാൻ കഴിവുള്ള ഒരാളിനെ വളരെ നേരത്തെ കൂട്ടി കണ്ടാൽ, ജ്യോതിഷം എന്ന് പറയുന്നത് നേരത്തെ കൂട്ടി കാണുമ്പോൾ വരുത്താൻ പറ്റുന്ന ഒരു മാർഗമാണ്. അല്ലാതെ ഒരു പ്രശ്നത്തിൽ മുഴുവനായി അകപ്പെട്ട് കഴിഞ്ഞിട്ട് ഓടി ചെന്ന് ഞാൻ ഇങ്ങനെയാണ്, എൻ്റെ പ്രശ്നം മുഴുവനും ഒന്ന് മാറ്റിത്തരണം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ജ്യോതിഷൻ നിങ്ങൾക്കായിട്ട് വളരെ, അതായത് ലോകത്തില്ലാത്ത തരത്തിലുള്ള പൂജകളായിരിക്കും നിങ്ങൾക്ക് നിർദ്ദേശിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ കൂട്ടി, വല്ലപ്പോഴും ഒരു 6 മാസത്തിലെങ്കിലും നിങ്ങൾക്ക് വിശ്വാസമുള്ളവരടുത്ത് പോയി നോക്കുമ്പോൾ അതിനെക്കുറിച്ചൊരു മുൻധാരണ അദ്ദേഹം തരും. ഇപ്പൊ കിണറ്റിൽ വീഴാൻ യോഗം കാണുന്നു, അല്ലെങ്കിൽ വെള്ളത്തിൽ വീഴാൻ യോഗം കാണുന്നു എന്ന് പറയുമ്പോൾ എന്താ ചെയ്യുക? കിണറോ പുഴയോ കാണുമ്പോഴത്തേക്കും നിങ്ങൾ കുറച്ചൊന്ന് സൂക്ഷിക്കുക എന്നുള്ളത് പോലെ കല്ല് ധരിച്ച് നിങ്ങൾക്ക് കടം മാറാൻ പറ്റുന്ന തരത്തിലുള്ളതില്ല.
അതുപോലെ കുട്ടികളുണ്ടാവാനുള്ള കല്ല്, ഇതൊക്കെ വെറുതെ പരസ്യത്തിലൂടെ നിങ്ങളെ പലരും പറഞ്ഞു കേൾപ്പിക്കും. അങ്ങനെ ഒന്നും നിങ്ങൾ ധരിച്ചു കളയരുത്. ജാതകത്തിലെ വ്യക്തമായ ആ ഗ്രഹനിലയുടെ സ്റ്റഡി ചെയ്ത് അതിൽ നിന്നും നമുക്ക് ഏതാണോ ധരിക്കേണ്ടത് അതിനുള്ള ഒരു നിർദ്ദേശം തരുന്ന ഒരു വ്യക്തിയിൽ നിന്നും മാത്രമേ നിങ്ങൾ കല്ലിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും ഒരു പർപ്പസുമായി മുന്നോട്ട് നിങ്ങൾ കോടികളുടെ കടം വരുത്തി വെച്ചു, അല്ലെങ്കിൽ നിങ്ങൾ ലക്ഷങ്ങളുടെ കടം വരുത്തി വെച്ചതിന് ശേഷം നിങ്ങൾ ഒരു കല്ല് താങ്ങി ധരിക്കാൻ എന്ന് പറഞ്ഞ ഒരാളിൻ്റെ അടുത്ത് പോകരുത്. അത് വളരെ തെറ്റായൊരു അന്ധവിശ്വാസം പരത്തുന്നതായിരിക്കാം. നിങ്ങൾ വേറൊരാളടുത്ത് പോലും ഇത് ഷെയർ ചെയ്യരുത്. അങ്ങനെ ഒരു കാര്യം ഇല്ല. ലോകത്ത് തന്നെ അങ്ങനെ ഒരു കല്ലോ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രത്യേക ഒരു പൂജയോ ഇല്ല. അഷ്ടമത്തിൽ ചൊവ്വ നിൽക്കുന്ന ഒരു വ്യക്തി, അയാൾ മരിച്ചു കിടക്കുമ്പോഴും അയാളുടെ പേരിൽ ബാങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾക്കോ കൃത്യമായി അദ്ദേഹത്തിന് കടം കൊടുക്കാനുണ്ടാവും. ഒരു സംശയവും വേണ്ട. അതാണ് ചൊവ്വ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ധനപരമായ കെട്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവും. അപ്പൊ അതിനെ അതിജീവിക്കാൻ ആ ഗ്രഹനിലയെ നേരത്തെ നമ്മൾ വിശകലനം ചെയ്ത് വെച്ചിരുന്നാൽ ആ പഠിച്ച ജ്യോതിഷനാണെങ്കിൽ അതിനൊരു നിർദ്ദേശം നമുക്ക് തരും. നിങ്ങൾക്ക് ചൊവ്വ ഇങ്ങനെയാണ്, നിങ്ങൾ കടമെടുത്തൊന്നും ചെയ്യാൻ പാടില്ല. ആ നിർദ്ദേശം കേൾക്കുന്ന വ്യക്തി മാത്രമേ രക്ഷപ്പെടൂ. അല്ലാത്തൊരു വ്യക്തി ആ ഒരു പ്രപഞ്ചത്തിന്റെ ആ ഒരു കെണിയിൽ വീഴുക തന്നെ ചെയ്യും. അപ്പോൾ ഇതിന് ഒറ്റമൂലികളില്ല. കല്ലുകൾ എന്ന് പറയുന്ന ഒറ്റമൂലികളല്ല. അത് ഓരോ വ്യക്തികളുടെയും ഗ്രഹനില പ്രകാരം പല തരത്തിലായിരിക്കും അവരുടെ ലൈഫിൽ മാറ്റം വരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പർപ്പസിനായിട്ട് ആരും എൻ്റെ അടുത്തും വരരുത്. അങ്ങനെ ഒരു കല്ല് തിരക്കി നിങ്ങൾ പോവുകയും ചെയ്യരുത്. അതൊരു വളരെ മണ്ടത്തരമാണ് കേട്ടോ. ഒരിക്കലും കടം തീർക്കാനായിട്ടൊരു കല്ലില്ല ഈ ലോകത്ത്. നന്ദി, നമസ്കാരം.